ഇന്ന് നമ്മുടെ പണികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കണം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഉത്രാടച്ചന്തയ്ക്ക് പോകുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് വയ്ക്കുമ്പോൾ തലേ ദിവസം എല്ലാം റെഡിയാക്കി വെച്ചേക്കണം. പോയിട്ട് വന്നിട്ട് പണിയെടുക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം രാവിലെ ചെയ്ത് തുടങ്ങി പുറകെ നടക്കും. തിരക്ക് പിടിച്ചുള്ള പണിയിലായിരുന്നു. തൂപ്പ്, തുടപ്പ്, കഴുകുക എല്ലാം കഴിഞ്ഞിട്ട് ഈ മഴ പെയ്ത് കിടക്കുന്നുണ്ട്. ഈ മുറ്റത്തുനിന്ന് ചപ്പൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രയാസമാണ്. അത് തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഈ തല കാണിക്കുന്നത് ഇന്നലെ നമ്മളൊരു എണ്ണ കാച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറേ സംഭവങ്ങൾ വരുമല്ലോ, അതൊക്കെ തലയിൽ പിടിപ്പിച്ചിട്ട് അതിന് ശേഷം കുളിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ കോവയ്ക്ക പറിക്കുകയാണ്. കുറച്ചധികം പാടാണ്. താഴെ നിൽക്കാതെ എല്ലാ കോവലും അങ്ങ് അറ്റത്ത് പോയി പടർന്ന് നിൽക്കുക. അപ്പോൾ അവിടുന്ന് പറിച്ചെടുക്കുക കുറച്ച് പാടുപെട്ട പണിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിലെല്ലാം നീറുണ്ട്. അപ്പം പറിക്കുന്ന സമയത്ത് ഈ ഉറുമ്പും കൂടെ തറയിൽ വീഴാതെ നോക്കണമല്ലോ. അപ്പം ആദ്യമേ ഞാനൊന്ന് നോക്കി, നല്ല പണിയാന്ന് കണ്ടപ്പോൾ അത് നേരെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. പിന്നെ അമ്മയാണ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു മെഴുക്കുവരട്ടിക്കുള്ള കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങ ഞാൻ എടുത്തോണ്ട് വരത്തില്ല, അതിൽ മുള്ള. പിന്നെ അതൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് രാവിലത്തെ ഊണാണ് ഉണക്കമീൻ വറുത്തത്, പിന്നെ ഇന്നലത്തെ സാമ്പാർ, പിന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, നല്ലതായിരുന്നു. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി മുരിങ്ങയില പറിക്കാൻ പോയി. നമ്മുടെ തന്നെ മുരിങ്ങയാണേ. അതും അമ്മ തന്നെയാണ് പറിക്കുന്നത്. കുറച്ച് പാടാണ്. ഈ പാടുപെട്ട പണിയൊക്കെ അമ്മയ്ക്ക് കൊടുക്കും. അങ്ങനെ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ കറി എന്താണ്? മുരിങ്ങയില തോരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തോ പച്ചക്കറി എല്ലാം കൂടെ വെച്ചെന്തോ വറുത്തരച്ചൊരു കറിയും പിന്നെ കുറച്ച് തൈരും എല്ലാം കൂടെ സെറ്റായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് കൂടെ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും തീർത്തിട്ട് വേണം ഇനി നമുക്ക് ചന്തയിൽ പോകാനും. പിന്നെ അടുത്ത വീഡിയോ നമുക്ക് ചന്തയിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കുന്നു എന്ന് കണ്ടാലോ.